അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 22-ാം വാക്യം. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. വലിപ്പം കുറവാണെങ്കിലും ചില അവയവങ്ങളും ഉപകരണങ്ങളും ഒക്കെ വളരെ പ്രാധാന്യമുള്ളവയാണ്. ബലം കുറഞ്ഞവ പോലും പലതിൻ്റെയും നിലനിൽപ്പിന് ഒഴിച്ചുകൂടാനാവാത്തവയുമാണ്. ഒരു വള്ളം എത്ര വലിപ്പമുള്ളതായാലും അത് നിയന്ത്രിക്കാനും നയിക്കാനും ചെറിയ ചുക്കാനും തുഴയും ആവശ്യമാണ്. ശരീരത്തിൻ്റെ മറ്റവയവങ്ങളിൽ പലതിനേക്കാളും ചെറുതാണെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ പാദങ്ങൾ ആവശ്യമാണ്. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളും ബഹുമാനവും ഇല്ലാത്തവരാണെങ്കിലും കർഷകരില്ലെങ്കിൽ ലോകം പട്ടിണിയായി പോകും. നാം പലപ്പോഴും നൽകുന്ന മാനദണ്ഡങ്ങൾ വളരെ തെറ്റാണ് എന്ന് ഇവയൊക്കെയും നമുക്ക് കാണിച്ചു തരുന്നു. അതിനർത്ഥം എല്ലാ അവയവങ്ങളും പ്രാധാന്യമുള്ളതുപോലെ എല്ലാ മനുഷ്യരും ബഹുമാന്യരാണ്. ദൈവസഭയിലാണെങ്കിൽ എല്ലാ അംഗങ്ങളും വിലയേറിയവരാണ്. പരസ്പരം സ്നേഹിക്കാനും കരുതാനും ബഹുമാനിക്കാനും സഹായിക്കാനും എല്ലാം ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. തെറ്റുകളും കുറവുകളും മാത്രം കണ്ടുപിടിച്ച് പരസ്പരം വെറുക്കുന്നവരും കടിച്ചു കീറുന്നവരുമായാൽ നാം ദൈവമുമ്പാകെ പരാജിതരാണ്. സ്നേഹത്തോടെയും ക്ഷമയോടെയും ദൈവവചന വെളിച്ചത്തിൽ പ്രബോധിപ്പിക്കുകയും ബോധം വരുത്തുകയും ചെയ്യുമ്പോൾ നാം അവരെ കൂടെ ദൈവത്തിനായി നേടുകയാണ്. ഇന്ന് ഒരു പ്രാധാന്യവുമില്ലെന്ന് ചിന്തിക്കുന്ന പലരും നാളെ വളരെ ആവശ്യമുള്ളവരാകാം. യേശുവിൻ്റെ ശരീരം ഏറ്റുവാങ്ങാനെത്തിയ അരിമത്യക്കാരനായ യോസേഫിനെ പോലെ, ശരീരത്തിലിടേണ്ട സുഗന്ധദ്രവ്യം കൊണ്ടുവന്ന നിക്കോദേമോസിനെ പോലെ, ഇന്ന് ബലം കുറഞ്ഞത് എന്ന് തോന്നുന്നത് പോലും നാളെ ഏറ്റവും ഉപകാരപ്രദങ്ങളാകാം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.